നമസ്കാരം. പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്ര ഫലങ്ങൾ നാം ഇന്ന് കേൾക്കുന്നവയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. അതിൻ്റെ ഭാഷ കൊണ്ടും നിർവചന രീതി കൊണ്ടുമൊക്കെയാണ് അവ വ്യത്യസ്തമാകുന്നത്. ഏതായാലും പഴയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്ര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ സുന്ദരനായും അലങ്കാരപ്രിയനായും ലോകപ്രിയനായും സർവജ്ഞനായും സാമർഥ്യവാനായും ബുദ്ധിമാനായും ഭവിക്കും. അടുത്തത് ഭരണി. ഭരണി നാളിൽ ജനിച്ചാൽ സത്യവാദിയായും കണിശക്കാരനായും അരോഗിയായും അതിസമർത്ഥനായും ദുഃഖഹീനനായും ഭവിക്കും. കാർത്തിക. കാർത്തിക നാളിൽ ജനിച്ചാൽ തേജസ്വിയായും കീർത്തിമാനായും സമയം നോക്കാതെ ധാരാളം ഭക്ഷിക്കുന്നവനായും പരസ്ത്രീ ശക്തനായും ഭവിക്കും. രോഹിണി. രോഹിണി നാളിൽ ജനിച്ചാൽ സത്യവാനായും മനഃശുദ്ധിയുള്ളവനായും സുന്ദരനായും ബുദ്ധിശക്തിയുള്ളവനായും അനിഷ്ടം പറയാത്തവനായും ഭവിക്കും. മകയിരം. മകയിരം നാളിൽ ജനിച്ചാൽ അതിസാമർഥ്യവും മനഃശാഞ്ചല്യവും ഉത്സാഹവുമുള്ളവനായും ധനാധിക്യവും സുഖാധിക്യവുമുള്ളവനായും ജനങ്ങളെ പേടിപ്പിക്കുന്നവനായും ഭവിക്കും. തിരുവാതിര. തിരുവാതിര നാളിൽ ജനിച്ചാൽ ദുർഗർവമുള്ളവനായും ഷഠനായും കൃതജ്ഞനായും ജന്തുഹിംസകനായും പാപകർമ്മിയായും ഭവിക്കും. പുണർദം. പുണർദം നാളിൽ ജനിച്ചാൽ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നവനായും സുഖിയായും നല്ല ഗുണവും ശീലവുമുള്ളവനായും രോഗാതുരനായും ജലപ്രകൃതിയായും അധികം വെള്ളം കുടിക്കുന്നവനായും അല്പപ്രസാദിയായും ഭവിക്കും. അടുത്തത് പൂയം. പൂയം നാളിൽ ജനിച്ചാൽ ശാന്തപ്രകൃതിയായും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനായും ലോകപ്രിയനായും വിദ്വാനായും ധനവാനായും ധർമ്മിഷ്ഠനായും ഭവിക്കും. അടുത്തത് ആയില്യം. ആയില്യം നാളിൽ ജനിച്ചാൽ പരവഞ്ചകനായും ഷഠനായും പാപകർമ്മിയായും ധൂർത്തനായും കൃതജ്ഞനായും ഭവിക്കും. മകം. മകം നാളിൽ ജനിച്ചാൽ ഭൃത്യന്മാരും ധനസമൃദ്ധിയും പിതൃഭക്തിയും ദൈവഭക്തിയും ഉത്സാഹവും തികഞ്ഞവനായും ദിവ്യഭോഗാനുഭാവിയായും ഭവിക്കും. പൂരം. പൂരം നാളിൽ ജനിച്ചാൽ അനിഷ്ടം പറയാത്തവനായും ദാനധർമ്മങ്ങളെ ചെയ്യുന്നവനായും തേജസ്വിയായും സദാസഞ്ചാരിയായും അതിസാമർഥ്യവാനായും രാജസേവകനായും ഭവിക്കും. ഉത്രം. ഉത്രം നാളിൽ ജനിച്ചാൽ ലോകപ്രിയനായും സുഖവും വിദ്യയും തികഞ്ഞവനായും വിദ്യത്വം കൊണ്ട് സമ്പാദിച്ച ധനത്തോടു കൂടിയവനായും ദേഹസൗന്ദര്യമുള്ളവനായും ദിവ്യഭോഗാനുഭോഗിയായും ഭവിക്കും. അത്തം. അത്തം നാളിൽ ജനിച്ചാൽ അത്യുത്സാഹിയായും ലജ്ജയും ദയയും ഇല്ലാത്തവനായും ധാരാളം ശക്തിയുള്ളവനായും കളവെല്ലാം തികഞ്ഞവനായും മദ്യപ്രിയനായും ഭവിക്കും. ചിത്തിര. ചിത്തിര നാളിൽ ജനിച്ചാൽ വിചിത്ര വസ്ത്രാഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ഇവകളിൽ പ്രിയമുള്ളവനായും ദേഹസൗന്ദര്യവും നയന സൗന്ദര്യവും കൂടിയവനായും ഭവിക്കും. ചോതി. ചോതി നാളിൽ ജനിച്ചാൽ പിണക്കമുള്ളവനായും ക്രയവിക്രയാദികളിൽ അതിസാമർഥ്യവാനായും ധർമ്മിഷ്ഠനായും ഭയപ്പെട്ട ഭാവത്തോടു കൂടിയവനായും ഭവിക്കും. വിശാഖം. വിശാഖം നാളിൽ ജനിച്ചാൽ അതിലുബ്ധനായും ഈശ്വര സ്വഭാവിയായും തേജസ്വ സ്വഭാവത്തോടു കൂടിയവനായും ഭവിക്കും. അനിഴം. അനിഴം നാളിൽ ജനിച്ചാൽ സഞ്ചാരപ്രിയനായും അന്യദേശവാസിയായും വിശപ്പും ദാഹവും സഹിക്കാത്തവനായും അതികേമനായും ഈശ്വരത്വമുള്ളവനായും ഭവിക്കും. തൃക്കേട്ട. കേട്ട നാളിൽ ജനിച്ചാൽ ബന്ധുക്കൾ കുറവുള്ളവനായും അതികോപിയായും ധർമ്മിഷ്ഠനായും അതിതൃപ്തനായും അധർമ്മം ചെയ്യാത്തവനായും ശീലഗുണമുള്ളവനായും ഭവിക്കും. മൂലം. മൂലം നാളിൽ ജനിച്ചാൽ അതിധനവാനായും മാനിയായും സൗമ്യപ്രകൃതിയായും സുഖിയായും ധർമ്മബുദ്ധിയായും ഭവിക്കും. പൂരാടം. പൂരാടം നാളിൽ ജനിച്ചാൽ ബന്ധുക്കൾ അധികമുള്ളവനായും ഗർവിഷ്ഠനായും ഇഷ്ടാനുസരണമുള്ള ഭാര്യയോട് കൂടിയവനായും ഭവിക്കും. ഉത്രാടം. ഉത്രാടം നാളിൽ ജനിച്ചാൽ വളരെ ബന്ധുക്കളുള്ളവനായും വിനയമുള്ളവനായും സുന്ദരനായും ധർമ്മനിഷ്ഠനായും ഉപകാരസ്മരണയുള്ളവനായും ഭവിക്കും. തിരുവോണം. തിരുവോണം നാളിൽ ജനിച്ചാൽ സൗന്ദര്യവും ശീലഗുണവും വർദ്ധിച്ച
ഭാര്യയോട് കൂടിയവനായും ധനവാനായും കീർത്തിമാനായും വിദ്യ കൊണ്ട് കേൾവി കേട്ടവനായും ഐശ്വര്യവാനായും ഭവിക്കും. അവിട്ടം നാളിൽ ജനിച്ചാൽ സംഗീതപ്രിയനായും പരമലുബ്ധനായും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായും അതിശൗര്യമുള്ളവനായും യുദ്ധസാമർഥ്യമുള്ളവനായും ഈശ്വരത്വത്തെ പ്രാപിക്കുന്നവനായും ഭവിക്കും. ചതയം നാളിൽ ജനിച്ചാൽ ശത്രുജേതാവായും വ്യസനിയായും അതിസാഹസിയായും രൂക്ഷഭാഷണനായും വിഷമപ്രകൃതിയായും ഭവിക്കും. അടുത്തത് പൂരുരുട്ടാതി നാളിൽ ജനിച്ചാൽ ദുഃഖിയായും സ്ത്രീശക്തനായും ധനവാനായും ദാനധർമ്മങ്ങൾ കുറഞ്ഞവനായും സാമർഥ്യവാനായും വാദിക്കുന്നതെല്ലാം ജയിക്കുന്നവനായും ഭവിക്കും. അടുത്തത് ഉത്രട്ടാതി നാളിൽ ജനിച്ചാൽ നല്ല സംഭാഷണത്തോടു കൂടിയവനായും സുഖിമാനായും ധർമ്മബുദ്ധിയായും ശത്രുജേതാവായും ശാസ്ത്രങ്ങളെ അറിയുന്നവനായും നല്ല പുത്രന്മാരോടു കൂടിയവനായും ഭവിക്കും. രേവതി നാളിൽ ജനിച്ചാൽ മനഃശുദ്ധിയോടുകൂടിയവനായും ശൗര്യവാനായും ലോകപ്രിയനായും ധനവാനായും അവയവപുഷ്ടിയോടും ശരീരബലത്തോടും കൂടിയവനായും ഭവിക്കും. ഞായറാഴ്ച ദിവസം ജനിച്ചാൽ മാനിയായും പിംഗലവർണ്ണത്തോടു കൂടിയ തലമുടിയോടും കണ്ണുകളോടും കൂടിയവനായും പ്രഭുവായും ഭവിക്കും. തിങ്കളാഴ്ച ജനിച്ചാൽ കാമിയായും കാന്തിയുള്ള ശരീരത്തോടു കൂടിയവനായും ദയാലുവായും ഭവിക്കും. ചൊവ്വാഴ്ച ദിവസം ജനിച്ചാൽ ക്രൂര സ്വഭാവിയായും സാഹസകർമ്മങ്ങളെ ചെയ്യുന്നവനായും വിവാദശീലനായും ഭവിക്കും. ബുധനാഴ്ചയാണ് ജനിക്കുന്നത് എങ്കിൽ ദേവന്മാരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കന്മാരെയും പൂജിക്കുന്നവരായി ഭവിക്കും. വ്യാഴാഴ്ച ജനിച്ചാൽ യാഗങ്ങളെ ചെയ്തിട്ട് രാജതുല്യതയെ പ്രാപിക്കുന്നവനായും കീർത്തിമാനായും ശീലഗുണത്തോടു കൂടിയവനായും ഭവിക്കും. വെള്ളിയാഴ്ച ജനിച്ചാൽ കൃഷിസ്ഥലങ്ങളോടും സമ്പത്തോടും കൂടിയവനായും എല്ലാവർക്കും ഇഷ്ടനായും കാമാതുരനായും ഭവിക്കും. ശനിയാഴ്ചയാണ് ജനിക്കുന്നത് എങ്കിൽ മടിയുള്ളവനായും അന്യന്മാരുടെ ഭക്ഷണം കൊണ്ട് ഉപജീവിക്കുന്നവനായും പ്രമാദങ്ങളോടു കൂടിയവനായും ബന്ധുദ്വേഷിയായും കുറ്റം പറയുന്നവനായും ഭവിക്കും. സിംഹകരണത്തിൽ ജനിക്കുന്നവൻ സാഹസിയായും പ്രസിദ്ധനായും ഏറ്റവും ബലവും പരാക്രമവുമുള്ളവനായും ഗുണവാനായും വനപർവ്വതങ്ങളിൽ സഞ്ചരിക്കുന്നവനായും ദീർഘായുസായും അരിഷ്ടതയുള്ളവനായും ഭവിക്കും. പുലിക്കരണത്തിൽ ജനിക്കുന്നവൻ ഹിംസാശീലവും പരോപദ്രവ ബുദ്ധിയും ഉള്ളവനായും തേജസ്വിയായും അല്പായുസായും ബന്ധുക്കൾ കുറഞ്ഞവനായും സ്വതന്ത്രശീലമുള്ളവനായും ഭവിക്കും. പന്നിക്കരണത്തിൽ ജനിക്കുന്നവൻ ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖവും ചിലപ്പോൾ രാജ്യവും ചിലപ്പോൾ യശസ്സുമുള്ളവനായും പശുക്കളും വീര്യവുമുള്ളവനായും ഭവിക്കും. കഴുതക്കരണത്തിൽ ജനിക്കുന്നവൻ ചപലനായും ധാരണാശക്തിയുള്ളവനായും ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനായും പരാധീനനായും സ്വാതന്ത്ര്യമില്ലാത്തവനായും അല്പബുദ്ധിയായും ഭവിക്കും. ആനക്കരണത്തിൽ ജനിക്കുന്നവൻ വിശാലമായ മുഖത്തോടു കൂടിയവനായും വൈരാഗ്യമുള്ളവനായും ബലവാനായും വളരെ ഭക്ഷിക്കുന്നവനായും സുന്ദരനായും പ്രസിദ്ധനായും വ്രതങ്ങളെ മുടക്കുന്നവനായും ഭവിക്കും. വിഷ്ടികരണത്തിൽ ജനിക്കുന്നവൻ തൻ്റെ ബന്ധുക്കളുമായി കലഹിക്കുന്നവനായും കോപിയായും ഉപജീവനമാർഗം കുറഞ്ഞവനായും നിന്ദ്യങ്ങളായ വസ്തുക്കളെ ഭക്ഷിക്കുന്നവനായും ചുമടെടുക്കുന്നവനായും വിഷമനേത്രനായും അല്പബുദ്ധിയായും മടിയനായും ഭവിക്കും. പുള്ളുകരണത്തിൽ ജനിക്കുന്നവൻ ത്രികാലജ്ഞാനമുള്ളവനായും അല്പമായ ധനത്തോടു കൂടിയവനായും എപ്പോഴും ദുഃഖമുള്ളവനായും എല്ലാ കാര്യത്തിലും ഉത്സാഹമുള്ളവനായും ഭവിക്കും. നാൽക്കാലിക്കരണത്തിൽ ജനിക്കുന്നവൻ എല്ലാ ശാസ്ത്രങ്ങളിലും സമർത്ഥനായും രോഗിയായും വളരെ പറയുന്നവനായും ബുദ്ധിമാനായും വിദ്വാനായും വളരെ പശുക്കളും ദീർഘായുസുമുള്ളവനായും ഭവിക്കും. നാഗകരണത്തിൽ ജനിക്കുന്നവൻ എല്ലായിടത്തും പ്രസിദ്ധനായും ബുദ്ധിയും വിദ്യയുമുള്ളവനായും എപ്പോഴും കോപിക്കുന്നവനായും പാപകർമ്മങ്ങളെ മറച്ചുവെക്കുന്നവനായും സ്വതന്ത്രനായും ഭവിക്കും. പുഴുക്കരണത്തിൽ ജനിക്കുന്നവൻ ബലവാനായും സ്തബ്ധനായും തൻ്റെയും അന്യന്മാരുടെയും കാര്യങ്ങളെ ചെയ്യുന്നവനായും അല്പായുസായും
അനുഭവസുഖമില്ലാത്തവനായും പാപപ്രവൃത്തികളെ മറച്ചു വെക്കുന്നവനായും ഭവിക്കും. ശുക്ലപക്ഷത്തിലുള്ള കരണങ്ങളിൽ ജനിക്കുന്നവന്റെ ഫലങ്ങൾക്ക് പുഷ്ടിയും, കൃഷ്ണപക്ഷത്തിൽ ജനനമായാൽ ധനം, ബന്ധു മുതലായ ഫലങ്ങൾക്ക് ഹാനിയും സംഭവിക്കും. പുള്ള്, നാൽക്കാലി, പാമ്പ്, പുഴു ഇവ 4 സ്ഥിരകരണങ്ങളും അതിൽ ജനിക്കുന്നവൻ സ്ഥിരകർമ്മങ്ങളിൽ താല്പര്യമുള്ളവനായും ഭവിക്കും. സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, വിഷ്ടി ഇവ 7 ചരകരണങ്ങളും അവയിൽ ജനിക്കുന്നവൻ പല കാര്യങ്ങൾ കൊണ്ട് ഉപജീവിക്കുന്നവനുമായി ഭവിക്കും.